എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ഉറക്കം നമ്മുടെ മാനസികാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം അത്ര കാര്യമായി എടുക്കാറില്ല. എന്നാൽ ഓർക്കുക, നല്ല ഉറക്കം എന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, മാനസികാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഉറക്കം കിട്ടാതെ ഉണർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാമാണ് അനുഭവപ്പെടുന്നത്? ഒരു പക്ഷേ ദേഷ്യം വരുന്നുണ്ടാകാം, എന്തിനോടും താല്പര്യമില്ലായ്മ തോന്നാം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥത അനുഭവപ്പെടാം. ഇതിൻ്റെ പ്രധാന കാരണം ഉറക്കമില്ലായ്മ നമ്മുടെ മാനസികാവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു എന്നതാണ്. നമ്മുടെ ഉറക്കം വെറുമൊരു വിശ്രമമല്ല, അത് നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും പല സുപ്രധാന പ്രവർത്തനങ്ങളുടെ സമയമാണ്. ഉറക്കത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ തലച്ചോറ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഈ സമയത്താണ് നമ്മുടെ ഓർമ്മകൾ ഉറപ്പിക്കപ്പെടുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ സംഭരിക്കപ്പെടുന്നത്. കൂടാതെ നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും സന്തുലിതമാക്കുന്നതും ഈ സമയത്താണ്. വേണ്ടത്ര ഉറക്കം ലഭിക്കാത്ത ഒരാളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം എന്ന് നോക്കാം. ഒന്നാമതായി, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും അസ്വസ്ഥത തോന്നാനും സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും അവരെ പ്രകോപിപ്പിക്കാം. രണ്ടാമതായി, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവരുടെ കഴിവ് കുറയും. ഒരു കാര്യത്തിലും ദീർഘനേരം ശ്രദ്ധിച്ചിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. ഇത് അവരുടെ പഠനത്തെയും ജോലിസ്ഥലത്തെ പ്രകടനത്തെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഉറക്കമില്ലായ്മ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. വേണ്ടത്ര വിശ്രമം ലഭിക്കാത്ത ഒരു തലച്ചോറിന് സമ്മർദ്ദങ്ങളെയും വെല്ലുവിളികളെയും ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ തോതിലുള്ള ഉത്കണ്ഠയിലേക്ക് നയിച്ചേക്കാം. എന്നാൽ നല്ല ഉറക്കം നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് എത്രത്തോളം ഗുണകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നന്നായി ഉറങ്ങിയ ഒരാൾക്ക് കൂടുതൽ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും. അവരുടെ ചിന്തകൾ കൂടുതൽ വ്യക്തവും കാര്യക്ഷമവുമായിരിക്കും. ഏത് കാര്യത്തെയും കൂടുതൽ പോസിറ്റീവായി സമീപിക്കാനും അവർക്ക് കഴിയും. കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠയെ നിയന്ത്രിക്കാനും ഒരു നല്ല ഉറക്കം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നല്ല ഉറക്കം ലഭിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. കൃത്യമായ ഉറക്ക സമയം. എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. വാരാന്ത്യങ്ങളിൽ പോലും ഈ സമയം തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഉറക്കചക്രത്തെ ക്രമീകരിക്കാൻ സഹായിക്കും. സുഖപ്രദമായ ഉറക്ക അന്തരീക്ഷം സൃഷ്ടിക്കണം. നിങ്ങളുടെ കിടപ്പുമുറി ശാന്തവും തണുപ്പുള്ളതും ഇരുണ്ടതുമായിരിക്കണം. സുഖപ്രദമായ മെത്തയും തലയണയും ഇതിനായി ഉപയോഗിക്കാം. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ സ്ക്രീനുകൾ ഉപയോഗിക്കാതിരിക്കുക. അവയിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തെ തടസ്സപ്പെടുത്തും. പകരം പുസ്തകങ്ങൾ വായിക്കുകയോ ലഘുവായ സംഗീതം കേൾക്കുകയോ ധ്യാനം ചെയ്യുകയോ ചെയ്യാം. അതോടൊപ്പം തന്നെ കഫീൻ ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 4 മണിക്കൂർ മുൻപെങ്കിലും ചായ, കാപ്പി തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക. പതിവായ വ്യായാമം ചെയ്യണം. പതിവായി വ്യായാമം ചെയ്യുന്നത് ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കുക. രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്താം. നമ്മുടെ തലച്ചോറിൽ നിരവധി രാസവസ്തുക്കളുണ്ട്. ഇവയെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് വിളിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഉദാഹരണത്തിന്, സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സന്തോഷം, സമാധാനം തുടങ്ങിയ നല്ല വികാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ ഡോപ്പമിൻ സന്തോഷം, പ്രചോദനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറക്കമില്ലായ്മ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനവും സന്തുലനവും താളം തെറ്റുന്നു. ഇതുമൂലം സെറാട്ടോണിൻ്റെ അളവ് കുറയാനും അതുവഴി വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും സാധ്യത കൂടാനും ഇടയുണ്ട്. അതുപോലെ ഡോപ്പമിൻ്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ മൂലം താല്പര്യമില്ലായ്മ, ഏകാഗ്രതക്കുറവ് എന്നിവ അനുഭവപ്പെടാം. നമ്മുടെ തലച്ചോറിലെ ഭയവും വികാരങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉറക്കം കുറയുമ്പോൾ ഈ ഭാഗം കൂടുതൽ പ്രവർത്തനക്ഷമമാവുകയും ഇത് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കാൻ ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉറക്കമില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും. നന്നായി ഉറങ്ങിയ ഒരാൾക്ക് ഒരു പ്രശ്നത്തെ ശാന്തമായി സമീപിക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും കഴിയും. എന്നാൽ ഉറക്കം കുറഞ്ഞ ഒരാൾക്ക് അതേ പ്രശ്നം വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും അവർ എടുത്തുചാടി തീരുമാനങ്ങളെടുക്കാൻ സാധ്യതയുമുണ്ടാകാം. ഉറക്കം നമ്മുടെ ഓർമ്മശക്തിയെയും പഠനശേഷിയും മെച്ചപ്പെടുത്തുന്നു എന്നും നിങ്ങൾക്കറിയാമല്ലോ.
ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മൾ പകൽ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ ഉറപ്പിക്കപ്പെടുന്നത്. ഓർമ്മശക്തി കുറയുന്നത് മൂലം നിരാശയും ഫ്രസ്ട്രേഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മളെ അസ്വസ്ഥരാക്കും. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഓരോ പ്രായത്തിലുള്ള ആളുകൾക്കും ആവശ്യമായ ഉറക്കത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. കുട്ടികൾക്കും കൗമാരക്കാർക്കും മുതിർന്നവരെക്കാൾ കൂടുതൽ ഉറക്കം ആവശ്യമാണ്. പ്രായം കൂടുന്തോറും ഉറക്കത്തിൻ്റെ രീതിയിലും അളവിലും മാറ്റങ്ങൾ വരാം. ഓരോ പ്രായത്തിലും മതിയായ ഉറക്കം ലഭിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, കൗമാരക്കാർക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് അവരുടെ പഠനത്തെയും പെരുമാറ്റത്തെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടാം. ഈ അവസ്ഥകൾ അവരുടെ ഉറക്കത്തിൻ്റെ ഗുണമേന്മയെ സാരമായി ബാധിക്കുകയും അതുവഴി അവരുടെ മാനസികാവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും ഉചിതമായി ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, നല്ല ഉറക്കമെന്നത് ആഡംബരമല്ല. അത് നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉറക്കത്തിന് മതിയായ പ്രാധാന്യം നൽകുക. അതുവഴി നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക. കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ഈ വീഡിയോയിലൂടെ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉറക്കശീലങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അതുവഴി നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സഹായം ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെയോ വിദഗ്ധരെയോ സമീപിക്കാൻ മടിക്കരുത്.